ChatGPT അതുപോലെ തന്നെ ഗൂഗിൾ മാപ്സ് യൂസ് ചെയ്തിട്ട് ഒരു പാർട്ട് ടൈം ആയിട്ട് ഏർണിങ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ലാൻഡിംഗ് പേജ് ഡിസൈൻ ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ക്ലയൻസിനെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതും നമ്മൾ ഒരുപാട് ടൈമൊന്നും അതിൽ സ്പെൻഡ് ചെയ്യാതെ ChatGPT മാത്രം യൂസ് ചെയ്തിട്ട്, സോ അതേപോലെ തന്നെ ഗൂഗിൾ മാപ്സും യൂസ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ ഗൈസ്, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ വീഡിയോയിൽ കണ്ട പോലെ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ആദ്യം പറയുന്നത്. സോ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ChatGPT ഓപ്പൺ ചെയ്തേക്കാം. ആൻഡ് നെക്സ്റ്റ് ടാബിൽ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഗൂഗിൾ മാപ്പ് എടുത്തിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റ് സെർച്ച് ചെയ്യുക. ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റാണ് ചൂസ് ചെയ്തത്. അതിലിപ്പം ഈ ഒരു മെനു ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടുന്ന് കുറച്ച് മെനു ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ChatGPT എടുത്തതിന് ശേഷം ഇതിൽ നിങ്ങൾ ആ മെനു അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ സേവ് ചെയ്ത ആ ഇമേജ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് ആ റെസ്റ്റോറൻറ്റിൻ്റെ മെനു ഇതിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ കോണ്ടൻറ്റ് ഇതിലേക്ക് ആഡ് ചെയ്യണം. സോ അതായത് പ്രോംപ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു ജസ്റ്റ് പ്രോംപ്റ്റ് ഇതിലേക്ക് പേസ്റ്റ് ചെയ്യാണ്. ഓക്കെ, സോ ഞാനിവിടെ പ്രോംപ്റ്റോടെ അപ്ലോഡ് ചെയ്ത് വെച്ച് ജസ്റ്റ് എൻ്റർ അടിച്ചു കൊടുത്തതിൽ ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ റെസ്പോൺസ് കിട്ടുന്നുണ്ട്. ഇത് കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ ഈ ഒരു കോണ്ടൻറ്റ് ജസ്റ്റ് കോപ്പി ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് എടുക്കേണ്ടത് emergent.ai എന്ന് പറഞ്ഞ വെബ്സൈറ്റാണ്. ആ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നുണ്ടാവുക. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ വിത്ത് ഗൂഗിൾ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മന്ത്ലി 100 ക്രെഡിറ്റ്സ് ആണ് ഉണ്ടാവും. ഓക്കെ, അപ്പം അത് നിങ്ങൾ അതിനനുസരിച്ച് യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള മെയിൽസ് യൂസ് ചെയ്താൽ മതി. സോ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫുൾ സ്റ്റാക്ക് ആപ്പിൻ്റെതുണ്ട്, മൊബൈൽ ആപ്പ് ഉണ്ട്, പിന്നെ ലാൻഡിംഗ് പേജ് ഉണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് ലാൻഡിംഗ് പേജാണ് നിങ്ങൾ എടുക്കേണ്ടത്. നിങ്ങൾ കോപ്പി ചെയ്ത ആ ഒരു കോണ്ടൻറ്റ് ജസ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, ആൻഡ് നിങ്ങൾ ജസ്റ്റ് ഇവിടുന്ന് എൻ്റർ അടിച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ഇത് ലോഡ് ആവുകയാണ്. ഇത് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മളടുത്ത് ചോദിക്കും. ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞാൽ എന്നിട്ട് ആ ക്വസ്റ്റ്യൻസ് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നമ്മൾ പിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രിവ്യൂ ചെയ്താൽ നമ്മുടെ ലാൻഡിംഗ് പേജ് റെഡി ആവും. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം എന്തായാലും. അപ്പോൾ വെബ്സൈറ്റ് വരുന്നത് മറക്കണ്ട, emergent.ai ആണ് വെബ്സൈറ്റ് വരുന്നത്. സോ ഇത് പ്രീമിയം ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പ്രൈസിങ് പാക്കേജ് വരുന്നതാണ്. സോ നിങ്ങൾ ഫസ്റ്റ് യൂസർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100 ക്രെഡിറ്റ്സ് ഉണ്ടാവും. ഇപ്പോൾ നമ്മളിവിടെ കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ റെസ്റ്റോറൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസ്, പിന്നെ മെനുവിൻ്റെ കോണ്ടൻറ്റ്, പിന്നെ ഇമേജ് ആഡ്, എക്സ്ട്രാ നമ്മൾ ഇമേജ് ആഡ് ചെയ്യണമെങ്കിൽ അപ്പോൾ നമുക്കതൊന്ന് ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഡെമോ ആഡ് ചെയ്യാം. കാലിക്കറ്റ് മെനു കോണ്ടൻറ്റ് എന്തെങ്കിലും കൊടുക്കാം. പ്രൈസ് വരുന്നത് ഒരു 100 രൂപ എടുക്കട്ടെ. ഓക്കെ, പിന്നെ മന്തി ഒരു 230. ഓക്കെ, നമുക്കിവിടെ കോണ്ടൻറ്റ് ആഡ് ചെയ്യാം. ഇനി ഹീറോ സെക്ഷനാണുള്ളത്. അതായത് നമുക്ക് എന്തെങ്കിലും ഇമേജോ വീഡിയോസോ എന്തെങ്കിലും ഈ പറഞ്ഞ ഹീറോ സെക്ഷനിൽ, അതായത് ഹെഡിങ് ഏരിയയിൽ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യുന്ന പറഞ്ഞത്. സോ നമുക്ക് തൽക്കാലം നമുക്കിത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് എൻ്റർ ചെയ്യാം. കാരണം ഞാനിത് ജസ്റ്റ് ഡെമോ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്കൊരു 5 മിനിറ്റ്സും കൂടി വെയിറ്റ് ചെയ്യാം. ഡിസൈൻ റെഡിയായി. ഇനി എന്തെങ്കിലും എഡിറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് പ്രോംപ്റ്റ് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇമേജ് മാറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇമേജ് ആഡ് ചെയ്തിട്ട് ഇത് മെൻഷൻ ചെയ്താൽ മതി ഇമേജ് ചേഞ്ച് ചെയ്യാനുള്ളത്. സോ നിങ്ങൾക്ക് ഇതിൽ ക്രെഡിറ്റ് ഉണ്ടാവുക. അപ്പം ആ ക്രെഡിറ്റ് കഴിയുന്ന വരെ നിങ്ങളിതിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ മെയിൽസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇതിലിപ്പം നിങ്ങൾ ലാൻഡിംഗ് പേജിൻ്റെ URL കോപ്പി ചെയ്തിട്ട് ജസ്റ്റ് ഒരു മെയിൽ കമ്പോസ് ചെയ്യുക. ആൻഡ് സബ്ജക്റ്റ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഫോർമാറ്റ് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു ഫോർമാറ്റ് നിങ്ങൾക്ക് തരുന്നുണ്ട്, മെയിൽ ചെയ്യേണ്ട ഒരു ഫോർമാറ്റ് തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ക്ലയൻസിൻ്റെ മെയിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഡെമോ ആയിട്ട് ഞാനൊരു മെയിൽ കൊടുക്കുകയാണ്. ഡെമോ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ബോഡിയിൽ നിങ്ങൾ നല്ല കോണ്ടൻറ്റ് കൊടുക്കണം. സോ അപ്പോൾ നിങ്ങൾക്ക് എന്ത് കോണ്ടൻറ്റ് കൊടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ നിങ്ങൾക്കൊരു പ്രോംപ്റ്റ് തരുന്നുണ്ട്. അപ്പോൾ പ്രോംപ്റ്റ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ അതിൽ ബിസിനസ് ഏതാണോ ബിസിനസ് നെയിം യൂസ് ചെയ്യുക. ആൻഡ് ക്ലയൻറ്റിൻ്റെ നെയിം ഉണ്ടെങ്കിൽ അങ്ങനെ, എന്നിട്ട് നിങ്ങളുടെ കോൺടാക്റ്റ് നമ്പർ, നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുന്ന മെയിൽ ID, ഫോൺ നമ്പർ എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്താൽ മതി. സോ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നത്. സോ ഇതിലുള്ള ഡീറ്റെയിൽസ് ഞാനെല്ലാം എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. സോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.